ചികിത്സയ്ക്ക് കൈക്കൂലി വാങ്ങിയ ഫിസിയോതെറാപ്പിസ്റ്റ് പിടിയിൽ. നൂറനാട് ലെപ്രസി സാനിറ്റോറിയത്തിലെ NHM കരാർ ജീവനക്കാരനായ കായംകുളം ചേരാവള്ളി സ്വദേശി രജനീഷിനെയാണ് വിജിലൻസ് പിടികൂടിയത്. കൈക്കൂലി വാങ്ങിയ 1000 രൂപയും കണ്ടെടുത്തു. മനീഷ് മഹിപാൽ നൽകും വിവരങ്ങൾ. മനീഷ്, പറഞ്ഞോളൂ. റോഷ്നി, ഓപ്പറേഷൻ പ്രോജക്ട് സീറോയുടെ ഭാഗമായി വിജിലൻസ് ഡയറക്ടറുടെ നിർദ്ദേശപ്രകാരം നടത്തിയിട്ടുള്ള അന്വേഷണത്തിന്റെ ഭാഗമായി ഇന്ന് ഉച്ചയ്ക്ക് നൂറനാട് ലെപ്രസി സാനിറ്റോറിയത്തിൽ നടത്തിയ പരിശോധനയിൽ അന്വേഷണത്തിലാണ് NHM കരാർ ജീവനക്കാരനായിട്ടുള്ള 53 വയസ്സുള്ള രജനീഷ് പിടിയിലായിട്ടുള്ളത്. അതായത് ഇയാളുടെ തട്ടിപ്പതിൽ കൈക്കൂലി ഇങ്ങനെയായിരുന്നു. ഫിസിയോതെറാപ്പി ചികിത്സയ്ക്ക് എത്തുന്നവരിൽ നിന്നും പണം വാങ്ങുന്നതായി നേരത്തെ തന്നെ ഇയാളെ സംബന്ധിച്ച് പരാതി ഒരാഴ്ചയ്ക്ക് മുമ്പ് വിജിലൻസിന് ലഭിച്ചിരുന്നു. ആശുപത്രിയിലെത്തിയ വിജിലൻസ് സംഘം പരാതിക്കാരിക്ക് ഈ വിജിലൻസ് സംഘം തന്നെ കൊടുത്തുവിട്ടിരുന്ന 1000 രൂപ ഇയാളിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. രോഗികൾക്ക് നല്ല ചികിത്സ ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഇയാൾ കൈക്കൂലി കൂടുതലായി വാങ്ങിയിരുന്നത്. ചികിത്സാർത്ഥമുള്ള വിവരങ്ങൾ രേഖപ്പെടുത്തുന്നതിന് രോഗികൾക്ക് ബുക്കുകൾ നൽകിയിരുന്നു. ഈ ബുക്കുകളിൽ 500 രൂപയുടെ നോട്ടുകൾ വെച്ച് നൽകുന്നതാണ് ഇയാൾ ഈ കൈക്കൂലി വാങ്ങുന്ന രീതി. ഇതിനായി ചികിത്സയ്ക്ക് എത്തുന്ന ചിലരാണ് പ്രവർത്തിച്ചതെന്ന് വിജിലൻസ് ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെ ഇയാളുടെ കയ്യിൽ നിന്നും ആ കൈക്കൂലി വാങ്ങിയ 1000 രൂപ കൂടാതെ 10000 രൂപ അല്ലാതെ കണ്ടെത്തിയിട്ടുണ്ട്. ഇതിലെ വിജിലൻസിന്റെ കണ്ടെത്തലനുസരിച്ച് ഒരു ദിവസം തന്നെ 10000 രൂപയ്ക്ക് മുകളിൽ ഇയാൾ കൈക്കൂലി വാങ്ങുന്നുണ്ട്. ഒരു മാസം 2.5 ലക്ഷം രൂപയോളം ഇയാൾ കൈക്കൂലി ഇനത്തിൽ തന്നെ സമ്പാദിച്ചിട്ടുണ്ട് എന്ന് വിജിലൻസിന്റെ അന്വേഷണത്തിൽ ചില കാര്യങ്ങൾക്ക് സൂചന ലഭിച്ചിട്ടുണ്ട്. ആ കാര്യത്തിൽ കൂടുതൽ അന്വേഷണം നടത്തുകയാണ്. അല്ലെങ്കിൽ ആലപ്പുഴ വിജിലൻസ് SP KV ബെന്നി, ഒപ്പം തന്നെ CIമാരായിട്ടുള്ള ഷൈജു ഇബ്രാഹിം എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അവിടെ എത്തി അന്വേഷണം നടത്തി ഇയാളെ കൈക്കൂലി വാങ്ങുന്നതിനിടയിൽ കൈയോടെ തന്നെ പിടിച്ചത്. റോഷ്നി, ശരി. മനീഷ് മഹിപാലാണ് വിവരങ്ങൾ നൽകിയത്.